ഇന്ന് ഇതുവരെ 80,000-ലധികം ഭക്തരാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും നാളെ കർശനമായ ഒരു സുരക്ഷ, ഇന്ന് ഉച്ചയോടെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾ, പ്രത്യേകിച്ച് കേന്ദ്ര സേനകളുടെ ഒരു പരിശോധനയാണ് എടുത്തു പറയേണ്ടത്. NDRFിൻ്റെയും അതോടൊപ്പം തന്നെ RAFിൻ്റെയും നേതൃത്വത്തിൽ കൃത്യമായ ഒരു പരിശോധന ഇന്ന് ഉച്ചയോടെ പരേഡ് നടന്നിരുന്നു. അതിനുശേഷം പോലീസിന്റെ വിവിധ സേനകളുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനകളുടെയും ഭാഗത്തു നിന്നും വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ കൂടി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നാളത്തെ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നെയ്യഭിഷേകവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ നെയ്യഭിഷേകം നടത്താൻ സാധിക്കുക ഭക്തർ നേരെ ശ്രീകോവിലിനടുത്ത് എത്തി നെയ്യഭിഷേകം നടത്താറുണ്ട്. പക്ഷേ നാളെ അതിന് മറ്റൊരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആടിശേഷം നെയ്യ് വാങ്ങി പോവുക മാത്രമാണ് നാളെ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കൃത്യമായ രേഖകൾ, നാളെ ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർ കൃത്യമായ രേഖകളൊക്കെ തന്നെയും കയ്യിലുണ്ടാകണം, തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാകണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. എന്തായാലും എല്ലായിടങ്ങളിലും സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നും വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമലയിൽ ഹരിവരാസനം പാടും. ആ ഒരു സമയത്ത് മുമ്പായി തന്നെ പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അതുതന്നെയാണ് ഇവിടെ. ഇപ്പോഴും പടി കയറി നിരവധി ഭക്തരാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്പോട്ട് ബുക്കിംഗ് വഴി തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആദ്യഘട്ടത്തിൽ 5000 എന്നുള്ളതായിരുന്നു ആദ്യ സമയങ്ങളിൽ കൃത്യമായി തന്നെ ആ സംഖ്യ നിജപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തിരക്ക് ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെ അത് കൃത്യമായി തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 8500 ഭക്തർക്കാണ് നിലവിൽ വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്.